ക്രിസ്മസ് ക്രിസ്മസ് വരാനിരിക്കുകയായിരുന്നു. ചെറിയ ലോക്ക് ഹൗസ് ഏതാണ്ട് മഞ്ഞു മൂടിയ നിലയിലായിരുന്നു. ഭിത്തികൾക്കും ജനാലകൾക്കും നേരെ മഞ്ഞിൻ്റെ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ വാതിൽ തുറക്കുമ്പോൾ ലോറയുടെ തലയോളം ഉയരത്തിൽ മഞ്ഞിൻ്റെ മതിലുണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്തു. തൊഴുത്തിലേക്കുള്ള വഴി തെളിച്ചു. അവിടെയാണ് അവരുടെ പശുക്കളും കുതിരകളും കഴിയുന്നത്. അതിരാവിലെ തൊഴുത്തിലേക്ക് കന്നുകാലികളെ നോക്കാനായി പോയി. ആ ദിവസങ്ങൾ വ്യക്തവും തിളക്കമുള്ളതുമായിരുന്നു. ലോറയും മേരിയും ജനാലകൾക്കരികിലെ കസേരകളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കും. അവിടെ അവർക്ക് മരങ്ങളുടെ നഗ്നവും ഇരുണ്ടതുമായ ശാഖകൾ കാണാമായിരുന്നു. ആ ശാഖയിലുടനീളം മഞ്ഞ് കുന്നുകൂടി കിടന്നു. സൂര്യപ്രകാശത്തിൽ അത് തിളങ്ങുകയും ചെയ്തു. വീടിൻ്റെ മേൽക്കൂരയുടെ അറ്റത്ത് മഞ്ഞുപാടുകൾ തൂങ്ങിക്കിടന്നു. ചില മഞ്ഞുപാടുകൾക്ക് ലോറയുടെ കൈയോളം വലിപ്പമുണ്ടായിരുന്നു. മഞ്ഞുപാടുകൾ സ്ഫടികം പോലെ തിളങ്ങി. തൊഴുത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പായുടെ മീശയിലും താടിയിലും കോട്ടിലും ബൂട്ടിലും മഞ്ഞുകണങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നു. തൊഴുത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ലോറയെയും മേരിയെയും കെട്ടിപ്പിടിക്കുമായിരുന്നു. എല്ലാ രാത്രിയിലും ഒരു വലിയ പലകയും 2 ചെറിയ പലക കഷ്ണങ്ങളും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആ പലക കഷ്ണങ്ങൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരസി മൃദുവാക്കി മാറ്റി. പിന്നീട് കത്തി ഉപയോഗിച്ച് അതിൽ ഓരോരോ ചിത്രങ്ങൾ കൊത്തി. വലിയ മലയും മറ്റും കൊത്തി. അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ നക്ഷത്രം കൊത്തിയെടുത്തു. പിന്നീട് തടിയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ വെട്ടി. ജാലകങ്ങൾ, ചെറിയ നക്ഷത്രങ്ങൾ, ചന്ദ്രക്കലകൾ, വൃത്തങ്ങൾ എന്നിവയുടെ ആകൃതിയിൽ അദ്ദേഹം അതിൽ ദ്വാരങ്ങൾ മുറിച്ചു. അവയ്ക്ക് ചുറ്റും ചെറിയ ഇലകളും പൂക്കളെയും പക്ഷികളെയും കൊത്തിയെടുത്തു. മനോഹരമായി തടി കൊണ്ടുണ്ടാക്കിയ വളവിൽ ചെറിയ പലക കഷ്ണം ഉപയോഗിച്ച് ഇലകളും പൂക്കളും നക്ഷത്രങ്ങളും ചന്ദ്രക്കലകളും കൊത്തിയെടുത്തു. പിന്നീട് ഏറ്റവും ചെറിയ തടിക്കഷ്ണത്തിൻ്റെ അരികിൽ ചെറിയ ഒരു മുന്തിരിവള്ളി കൊത്തിയെടുത്തു. അവസാനം ഈ കഷ്ണങ്ങളെല്ലാം യോജിപ്പിച്ച് ഒരു സുന്ദരമായ ഒരു അലമാര ഉണ്ടാക്കി. അത് മായ്ക്ക് വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റായി ഉണ്ടാക്കിയതാണ്. പിന്നീട് അത് ജനാലയുടെ ഇടയിലുള്ള ഭിത്തിയിൽ തൂക്കി. തൻ്റെ കയ്യിലുള്ള ഒരു ചൈനക്കാരി പെൺകുട്ടിയുടെ പ്രതിമ ആ ഷെൽഫിൽ വെച്ചു. ആ ചൈനക്കാരി പെൺകുട്ടിയുടെ തലയിൽ ഒരു ചൈന ബോണറ്റ് ഉണ്ടായിരുന്നു. അത് ചൈനക്കാരുടെ വസ്ത്രം ധരിച്ചിരുന്നു. അവൾ ഇളം പിങ്ക് നിറത്തിലുള്ള ചൈന ഏപ്രണും ചെറിയ ഗിൽറ്റ് ചൈന ഷൂസും ധരിച്ചിരുന്നു. ആ ചൈനക്കാരി പ്രതിമ അതിസുന്ദരിയായിരുന്നു. ക്രിസ്മസിന് വേണ്ടി വളരെ രുചിയേറിയ വിഭവങ്ങൾ ഉണ്ടാക്കി. പലതരത്തിലുള്ള ബ്രെഡുകൾ ഉണ്ടാക്കി. പന്നിയിറച്ചിയുടെ പല വിഭവങ്ങൾ ഉണ്ടാക്കി. ബീൻസ് ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി. ആപ്പിൾ പൈയും കുക്കീസും ഉണ്ടാക്കി. കേക്ക് ഉണ്ടാക്കിയപ്പോൾ ആ സ്പൂൺ നക്കാൻ ലോറയ്ക്കും മേരിക്കും കൊടുത്തു. ഒരു ദിവസം അതിരാവിലെ മൊളാസസും പഞ്ചസാരയും ഒരുമിച്ച് തിളപ്പിച്ച് ഒരു കട്ടിയുള്ള സിറപ്പ് ഉണ്ടാക്കി. പിന്നീട് ലോറയോടും മേരിയോടും ശുദ്ധവും വെളുത്തതുമായ മഞ്ഞെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ഡാർക്ക് സിറപ്പ് മഞ്ഞിലേക്ക് ചെറിയ സ്പൂൺ കൊണ്ടൊഴിച്ചു. അത് പെട്ടെന്ന് തന്നെ കട്ടിയായി. ഇതാണ് അവരുടെ മിഠായി. ലോറയ്ക്കും മേരിക്കും ഓരോ കഷ്ണങ്ങൾ വീതം കൊടുത്തു. എന്നാൽ ബാക്കിയുള്ളവ ക്രിസ്മസ് ദിവസത്തേക്ക് മാറ്റിവെച്ചു.